അജ്ഞാത വാഹനമിടിച്ച 9 വയസ്സുകാരി കോമയിൽ കഴിയാൻ തുടങ്ങിയിട്ട് 6 മാസമായി. പക്ഷേ അന്വേഷണം ഇപ്പോഴും പാതി വഴിയിലാണ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ വടകര ചോറോട് ദേശീയപാതയിൽ മുത്തശ്ശിയുടെ ജീവൻ എടുക്കുകയും 9 വയസ്സുകാരിയായ കൊച്ചുമകളുടെ ജീവിതം കോമയിലാക്കുകയും ചെയ്ത വാഹനാപകടം നടന്നിട്ട് 6 മാസമാകുന്നു. പക്ഷേ ഇവരെ ഇടിച്ചു തെറിപ്പിച്ച കാർ കണ്ടെത്താൻ ഇതുവരെയും പോലീസിനായിട്ടില്ല. അപകടത്തിനിടയാക്കിയ കാർ കണ്ടെത്താൻ സാധിക്കാത്തതോടെ ഗുരുതര പരിക്കേറ്റ മകളുടെ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥിരതാമസമാക്കേണ്ടി വന്ന പാവപ്പെട്ട കുടുംബത്തിന് അപകട ഇൻഷുറൻസ് പോലും കിട്ടാത്ത സ്ഥിതിയാണ്. CCTV ഉൾപ്പെടെയുള്ള നിരവധി നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ദേശീയപാതയിൽ നടന്ന അപകടത്തിന്റെ തെളിവുകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 17-ാം തീയതി രാത്രി 10 മണിയോടെ വടകര ചോറോട് വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കണ്ണൂർ മേലേച്ചൊവ്വ സ്വദേശി 9 വയസ്സുകാരിയായ ദൃശാനയെയും 68-കാരിയായ മുത്തശ്ശി ബേബിയെയും തലശ്ശേരി ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോവുകയായിരുന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബേബി തൽക്ഷണം മരിച്ചു. മുണ്ടയാട് LP സ്കൂളിൽ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദൃശാനയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിന് പിന്നാലെ കഴിഞ്ഞ 6 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോമയിൽ തുടരുകയാണ് കുഞ്ഞ്. ദേശീയപാതയിലൂടെ കടന്നുപോയ വെള്ള നിറത്തിലുള്ള കാറാണ് CCTV ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും വടകര ലോക്കൽ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത്. 4 മാസം മുമ്പ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടും തുമ്പുണ്ടാക്കാനായിട്ടില്ല. വാഹനം കണ്ടെത്തിയില്ലെങ്കിൽ അപകട ഇൻഷുറൻസ് പോലും പാവപ്പെട്ട ഈ കുടുംബത്തിന് ലഭിക്കില്ല. അപകടം നടന്ന 6 മാസമായിട്ടും കാർ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നു എന്ന് മാത്രമാണ് പോലീസ് നൽകുന്ന വിശദീകരണം.